ബാലതാരമായിട്ടാണ് അഞ്ജലി അനീഷ് സിനിമാ ലോകത്ത് എത്തിയത്. 1994 റിലീസ് ചെയ്ത മാനത്തെ വെള്ളിത്തേരാണ് ആദ്യ ചിത്രം. മംഗലസൂത്രം, ലാളനം എന്നീ മലയാള സിനിമകളിലും നെല്ല്, കൊട്ടി, ഉന്നെ കാതലിപ്പേൻ എന്നീ ചിത്രങ്ങളിലും ബാലതാരമായി എത്തി. തുടർന്നിങ്ങോട്ട് ഒരുപാട് ചിത്രങ്ങളിൽ പേര് പോലുമില്ലാത്ത കഥാപാത്രങ്ങളായി അഞ്ജലി അഭിനയിച്ചു. വെനീസിലെ വ്യാപാരി, സീൻ 1, നമ്മുടെ വീട്, മാറ്റിനി, 5 സുന്ദരികൾ, കൂതറ, ടമാർ പടാർ, ഏഞ്ചൽസ്, മുന്നറിയിപ്പ്, ആട്, മിലി തുടങ്ങിയ 30ഓളം സിനിമകളിൽ അങ്ങനെ വേഷങ്ങൾ ചെയ്തുപോയി. ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്തു പോകുമ്പോഴാണ് അഞ്ജലിയെ തേടി ദേശീയ പുരസ്കാരം എത്തിയത്. ബെൻ എന്ന ചിത്രത്തിൽ ആശ ജസ്റ്റിൻ എന്ന കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. 27-ാം വയസ്സിലാണ് അഞ്ജലി മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അമ്മയായി വെള്ളിത്തിരയിലെത്തിയത്. യുവ അഭിനേത്രികളിൽ പലരും ചെയ്യാൻ മടിക്കുന്ന വേഷത്തെ തന്റെ ഇടത്തോടെയാണ് അഞ്ജലി ഏറ്റെടുത്തത്. ഒപ്പം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ സഹോദരിയായാണ് അഞ്ജലി വേഷമിട്ടത്. അതിനുശേഷം ഇറങ്ങിയ പുലിമുരുകനിലാവട്ടെ ലാലിന്റെ അമ്മയായും വേഷമിട്ടു. ഒരേ സമയം അമ്മയും അനുജത്തിയും കാമുകിയുമാകാൻ തനിക്കൊരു മടിയുമില്ലെന്നും താരം തെളിയിച്ചു കഴിഞ്ഞു. മറ്റൊരു ഞെട്ടുന്ന സത്യം കൂടി അഞ്ജലിയെക്കുറിച്ച് പറയാനുണ്ട്. അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന 28ഓളം ചിത്രങ്ങളിൽ അഞ്ജലി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. റോൾ മോഡലാണ് ഏറ്റവും പുതിയ ചിത്രം.